ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്ത് ചങ്ങാതിമാർക്കെല്ലാവരും കിടുക്കാച്ചൻ നമസ്കാരം ആയിക്കട്ടെ. ഒരു കിടുക്കൻ ചിക്കൻ ഫ്രൈ റെസിപ്പിയായിട്ട്, അതായത് ഫുൾ ചിക്കൻ വെറൈറ്റി ഒരു മസാലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു കിടുക്കൻ റെസിപ്പി. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന സ്മെല്ല് എൻ്റെ ചങ്ങാതി വേറെ ലെവലാവട്ടെ, ഒരു രക്ഷയില്ല. അയൽവക്കക്കാരെല്ലാം വീട്ടിൽ വരാതെ നോക്കണം കേട്ടോ. ആദ്യം തന്നെ നല്ല ചിക്കൻ എടുത്ത് കഴുകി അങ്ങ് വൃത്തിയാക്കുക. ആ സമയത്ത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ അങ്ങ് തകർക്കെൻ്റെ ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം. നിങ്ങളങ്ങ് ആഞ്ഞങ്ങ് പിടിച്ച് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പഴയ വീഡിയോയ്ക്ക് ആ മുട്ടക്കറിയൊക്കെ 2 ദിവസം കൊണ്ട് 2 മില്യണൊക്കെ കയറി. എന്നതാ ചങ്ങാതി നിങ്ങളുടെ സ്നേഹം, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു രക്ഷയില്ലാതെ നമ്മുടെ ഒരു കിടുക്കാച്ചി നമസ്കാരം ആദ്യം ഇരിക്കട്ടെ. എന്നിട്ട് ചിക്കൻ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കത്തി വെച്ചൊന്ന് കുത്തി വൃത്തിയാക്കുക. എന്നിട്ട് ആ ബാക്കിലെ പീസ് അങ്ങ് ചെത്തി അങ്ങ് നൈസായിട്ട് അങ്ങ് കളയാം കേട്ടോ. ശേഷം അടുത്ത കലാപരിപാടിയാണ് മഞ്ഞപ്പൊടി വാരി വിതറുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഒരു ഇച്ചിരി ഉപ്പും കൂടെ വാരി അങ്ങ് വിതറുക. കാരണം ഇവനൊന്ന് നല്ല രീതിയിൽ കഴുകുകയും ചെയ്യണം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുമ്പോൾ ശേഷം ആ ചിക്കനിലൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് ലൈറ്റായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴേക്ക് സംഭവം നമുക്ക് മസാല ചേർക്കാൻ ഈസിയും കൂടെ ആവും. സംഭവം ഈ ലെവലിലൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. കാരണം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചിക്കനിലൊരു ഉളുമ്പ് സ്മെല്ലും ഒരു ഉളുമ്പ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് അടുത്ത പരിപാടിയാണ് ഇതുപോലെ സോസ് പാനിൽ വെള്ളം വെച്ച് തീ പിടിപ്പിക്കുക. സോസ് പാനിൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കുപ്പി നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒട്ടിക്കുക. വിനീഗർ ആട്ടോ, വേറെ ഒന്നും ചിന്തിക്കില്ല. വിനീഗർ ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഒഴിച്ച ശേഷം കാശ്മീരി ചില്ലിയോ അല്ല സാദാ ചില്ലിയോ ഇതിങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻ ചെയ്തെടുക്കുക. ബ്ലാൻ ചെയ്തെടുക്കുക, നല്ലവണ്ണം പുഴുങ്ങി ഇങ്ങ് എടുക്കണം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് സാദാ ചില്ലിയോ, തണ്ടോടുകൂടി വേണം കേട്ടോ. കാരണം തണ്ടോട് ഇട്ടാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. തണ്ടോടുകൂടി ആകുമ്പോൾ നമുക്ക് നമ്മുടെ പാകത്തിലുള്ള എരിവ് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു ടേസ്റ്റും കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നല്ല രീതിയിലൊരു 4-5 മിനിറ്റ് പുഴുങ്ങി നല്ലവണ്ണം പുഴുങ്ങിയെടുത്ത ശേഷം ഇതുപോലെ കോരി മാറ്റുക. കോരി മാറ്റിയ ശേഷം മിക്സി ജാറിൻ്റെ അകത്തിട്ട് നല്ലവണ്ണം അങ്ങ് പേസ്റ്റാക്കുക. എത്ര പേസ്റ്റാകുമോ അത്രയും പേസ്റ്റാക്കുക. ഇത്തിരി ആ പാത്രത്തിൽ നിന്ന് വെള്ളം കൂടെ ഒഴിച്ച് വേണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ചേട്ടൻ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ തന്നെ പേസ്റ്റാക്കി മാറ്റുക കേട്ടോ. ഇത് മൊത്തം അതുപോലെ തന്നെ പേസ്റ്റാക്കുക. ആ സമയത്ത് നമ്മുടെ ചാനലൊന്ന് കയറി ഒന്ന് ലൈക്ക് ചെയ്യേണ്ട ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹമല്ലേ നമുക്കെല്ലാം. ആ പഴയ സപ്പോർട്ടും സ്നേഹവും ഒക്കെ നമുക്ക് എന്ന് നിങ്ങളോട്. അതുപോലെ കിടുക്കാച്ചി എന്തെങ്കിലും റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു വേണം. ഇപ്പോൾ അടുത്ത പരിപാടിയാണ് ചിക്കൻ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഒരു 3 നാരങ്ങ ലൈം ജ്യൂസ് ഇതിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയുടെ ജ്യൂസ് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. ശേഷം മഞ്ഞൾപ്പൊടി വാരി വിതറുക. മഞ്ഞപ്പൊടി പിന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. നേരത്തെ ഓൾറെഡി നമ്മുടെ കയ്യിൽ കിടക്കുന്നതുകൊണ്ട് ലൈറ്റായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞപ്പൊടി ഇട്ട ശേഷം ഇവരെ മൊത്തത്തിലങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിക്കുക. അതിൻ്റെ പള്ളക്കകത്തും ദശയിലും അതുപോലെ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക കേട്ടോ. ശേഷം അടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ മസാല ഇതിലേക്ക് എടുത്ത് ഇടുക. ഇതുപോലെ അങ്ങ് ഇടുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് മസാല ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം അതും നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം ഈ ചിക്കൻ അങ്ങ് വെച്ചേക്കണം. അപ്പോഴേക്കുള്ള ആ മസാലയും എല്ലാ ഉപ്പും എല്ലാം കൂടെ ചിക്കനിലങ്ങ് പിടിക്കുകയുള്ളൂ. നല്ലത് ഇതുപോലെ അങ്ങ് പിടിപ്പിച്ച് നല്ല കുഴമ്പ് രൂപത്തിലെ മസാല അങ്ങ് പിടിപ്പിക്കുകയുള്ളൂ കേട്ടോ. ശേഷം ഇനി അടുത്ത പരിപാടിയാണ് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട ശേഷം കുറച്ച് കോൺഫ്ലവർ വാരി വിതറുക, കുറച്ച് മൈദയും വാരി വിതറുക. കാരണം ഇത് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ഈ മസാല എല്ലാം കൂടെ ഓയിലിലേക്ക് വിട്ട് ചിക്കനിൽ ഒരു തുള്ളി മസാല ഉണ്ടാവില്ല. ചിക്കൻ ഒരു വെളുത്തു ഇരിക്കും, മസാലയൊക്കെ ഓയിലിനകത്ത് കിടക്കുകയും ചെയ്യും. ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയും ഈ കോൺഫ്ലവറും മൈദ ഇടുന്നത്. കോൺഫ്ലവറും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും ചിക്കനിലൊരു ക്രിസ്പിനെസ് കിട്ടും. ആ സ്കിന്നൊക്കെ നല്ല ക്രിസ്പായിട്ട് കിട്ടും, നല്ല ഗ്ലേസിങ് പോലെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ മസാല നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ അങ്ങ് ഇരുന്നോട്ടെ. 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഇരുന്നോട്ടെ. അതായത് എത്ര ഇരിക്കുന്നോ അത്ര നല്ലതാണ്. കൂടുതലിരിക്കരുത്, ഒരു 3/4 മണിക്കൂർ വരെ. ശേഷം അടുത്ത് ഇതിന് പൊരി വേണമല്ലോ. പൊരിക്കാണ് നമ്മൾ തേങ്ങ എടുക്കുക. തേങ്ങാപ്പാലൊന്ന് എടുത്ത് ലൈറ്റായിട്ട് തേങ്ങാപ്പാൽ എടുത്ത ശേഷം മൊത്തം എടുക്കൽ ലൈറ്റായിട്ട് എടുക്കുക. ശേഷം നമ്മുടെ ആ മസാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അവനെ അങ്ങ് മാറ്റി വെക്കുക. ഇനി അടുത്ത സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിച്ച ശേഷം കടായി വെക്കുന്നു. കടായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ. ഇത് വെളിച്ചെണ്ണ ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് വരുള്ളൂ. ഒരു സ്മെല്ലൊക്കെ വരും. എൻ്റെ ചങ്ങാതി അയൽവക്കക്കാരെല്ലാം വീട്ടിൽ വരാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ എടുത്ത് ഇതുപോലെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വാരി വരിക കേട്ടോ. ഇതുള്ള സ്ലോ ഒരു മിനിമം ഒരു 10-12 മിനിറ്റെങ്കിലും ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ തീ ശ്രദ്ധിക്കണം, ഓവറാവല് കുറയുകയും ചെയ്യല്. കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, കൂടിയാൽ വെളിയെല്ലാം കരിഞ്ഞ് അകം വേവായിരിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ സ്ലോയിൽ അങ്ങ് ഫ്രൈ ചെയ്യുക. കണ്ടോ ഇതുപോലെ. ഇപ്പോൾ ഏകദേശം ഇവനൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഇവനെങ്ങനെ കോരിയെടുക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? കൊതി മാത്രമല്ല എൻ്റെ ചങ്ങാതിൻ്റെ സ്മെല്ലുണ്ട്. ആ ചിക്കൻ ഫ്രൈയുടെ സ്മെല്ല് 1 കിലോമീറ്റർ അങ്ങ് ചെല്ലും അറിയാം സ്മെല്ല്. അടുത്തതും ഇതുപോലെ തന്നെ ഇങ്ങനെയായിട്ട് ഫ്രൈ ചെയ്യാം. അതുപോലെ ചങ്ങാതിമാരോട് പ്രത്യേകം പറയാനുള്ള കഴിഞ്ഞ എൻ്റെ 1-2 വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ മുട്ടക്കറിയൊക്കെ 2 മില്യൺ 2 ദിവസം കൊണ്ട് കയറിയത്. ആ തന്ന സപ്പോർട്ടിന് നിങ്ങളോട് 1000 നന്ദി നമ്മൾ കടപ്പെട്ടിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ കിട്ടുക്കം വീഡിയോ നമ്മുടെ പുറകിലും കിടപ്പുണ്ട്. മുട്ടക്കറി, ബിരിയാണി, വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾ കയറി അങ്ങ് തകർക്കേണ്ട ചങ്ങാതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്ത്. വിമർശിക്കാനുള്ളത് വിമർശിക്കുകയും ചെയ്യണം, നല്ലതാണെങ്കിൽ നല്ലതും പറയണം കേട്ടോ ചങ്ങാതി വരെ. ഒരു രക്ഷയില്ല. എന്നായാലും ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തത് അതിലേക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല നിങ്ങൾക്ക്. എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല. പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ കൊതിപ്പിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ അടിക്കാൻ പറ്റത്തില്ല. അടുത്ത ചിക്കനെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴേ ഉള്ളൂ ഈ ചിക്കൻ ഫ്രൈക്കൊക്കെ ആ നാടൻ ടേസ്റ്റും ഈ മസാലയും കൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്ക് സംഭവം 1 കിലോമീറ്ററുള്ള നമ്മുടെ നാട്ടുകാർ വരെ നമ്മുടെ വീട്ടിൽ വരും. അത്ര സംഭവം ഇതുപോലെ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേർത്തിട്ടുണ്ട്. ഞാൻ കളർ ചേർത്തിട്ടില്ല. കാരണം ചില്ലിയുടെ കളറാണ് ഈ കാണുന്ന മൊത്തം. നല്ലോണം പേസ്റ്റ് ആക്കിയപ്പോൾ ഈ കളറിലൊക്കെ കിട്ടും നിങ്ങൾക്ക്. ശേഷം നമ്മുടെ തേങ്ങ പീരയെടുത്ത് ഇതിലേക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടി ഇടുക. അത് ഇട്ട് കഴിയുമ്പോഴേക്ക് എണ്ണയൊന്ന് പൊങ്ങിങ്ങി വരും. അതിന് ശേഷം താന്നോളവും ചെയ്യും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ശേഷം വത്തലമുളകും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് ഇതിങ്ങനെ ഫ്രൈ ആക്കി ഇങ്ങനെ കരിമുരാന്നാകുന്ന വരെ എടുക്കണം. കരിഞ്ഞു പോകല് ക്രിസ്പി ആകുന്ന വരെ ഇങ്ങനെ ഇടുക. അതിന് ശേഷം മുകളിലേക്ക് ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ശേഷം അടുത്ത പ്ലേറ്റിൽ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ആ പൊരിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ പോലെ. പിന്നെ നമ്മുടെ കിളി പോവും. സംഭവം നേരെ ഒന്നും നോക്കിയല്ലോ. ഒരു 4 പീസും എടുത്തു. മഞ്ഞ് പോലെ അങ്ങ് സംഭവം കൈ കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് പീസ് എടുത്ത് നേരെ വായിലേക്ക് വെച്ചു. നിങ്ങളുടെ സമ്മതം പോലും ചോദിക്കില്ല. കാരണം അത്ര കൊതി വിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നേരെ ഒരു പൊറോട്ടയുടെ പീസും കൂടെ എടുത്തിട്ട് ഒരു പിടുത്തം കൂടെ ഇങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണം. നേരെ കടയിലേക്ക് ഓടിക്കോ. ഒരു ചെറിയ ചിക്കൻ മേടിക്കുക. 1 കിലോ ചിക്കൻ മേടിക്കുക. എന്നിട്ട് ഇവനെ ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. ഒന്നും നോക്കാം.